വെൽക്കം ടു ബേബീസ് കിച്ചൺ. ഇന്ന് എനിക്ക് അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഷെയർ ചെയ്തത്. ഒരു പ്രമോഷണൽ വീഡിയോ ഒന്നല്ലേ. ഞാൻ മെഷീൻ ആയിക്കോട്ടെ അങ്ങനെ തന്നെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവം പറയാം. അല്ലെങ്കിൽ ഇവിടെ ഗ്യാസ് തീർന്നാൽ, പെട്ടെന്ന് ഗ്യാസ് തീർന്നാൽ, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഏതെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഒക്കെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് എഗ് സ്റ്റീം. ഇത് വലിയ വിലയൊന്നുമില്ല. ഇതെല്ലാവരും ശരിക്കും ഒരു വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. കാരണം വിലയും കുറവാണ്, നമുക്ക് ഏറ്റവും ഉപകാരപ്പെടും. കാരണം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊന്ന് ഒരു ഫ്ലാസ്കിൽ ചൂട് നല്ല തിളപ്പിച്ച് വെള്ളം ഉണ്ടെങ്കിൽ ചായ ഒന്ന് പെട്ടെന്നാക്കാം. ഒരു എഗ് ഓംലേറ്റോ ഒരു എഗ്ഗ് നമ്മളെ ബോയിൽ ചെയ്ത എഗ്ഗോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും ഒന്ന് നമുക്കിതിൽ ഒരു എഗ് ഓംലേറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് വാങ്ങിക്കണം. കാരണം എന്താ വെച്ചാൽ നല്ല ഉപകാരം. എനിക്കിവിടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ ഹോട്ട് ബേക്ക് ഉണ്ടെങ്കിലും അതിൽ ചെയ്യാണ്ട് നമുക്കൊരു ഓംലേറ്റ് എല്ലാവർക്കും ഒരു ചായ ഒരു ഓംലേറ്റും കഴിക്കാൻ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പറ്റുമല്ലോ. അതിലാണ് ഞാൻ എപ്പോഴും ഉപകാരപ്പെടുത്തത്. എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കിച്ചണിലുള്ള എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും ഒന്ന് കാണിക്കാം. ഓക്കെ, ഇത് എഗ്ഗ് ബോയിൽ ചെയ്യാൻ നമുക്ക് എഗ്ഗ് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിട്ട് എഗ്ഗിൻ്റെ മുകളിൽ വെക്കുക ചെയ്താൽ മതി. ഓംലേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് എടുത്തളയാം, ഇതിൻ്റെ ആവശ്യമില്ല. ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി. ഇത് വേണം നമ്മൾ സ്റ്റീം ആകാൻ വേണ്ടിയിട്ട് അടിച്ചു വെക്കണം. നമുക്ക് പ്ലഗ് കിട്ടും. ഓക്കെ, അപ്പോൾ റെഡ് ബട്ടൺ കണ്ടോ, റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തും. അപ്പോൾ പിന്നെ ഇത് ഓണായി എന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഓണായി ഒന്ന് ചൂടാൻ വെയിറ്റ് ചെയ്യണം നമ്മൾ. അപ്പം നമ്മൾ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള, പച്ചമുളക്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഇട്ടില്ല, അതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറേ ആയിപ്പോയത്. കാരണം ഇതിന് പരിധിയുണ്ട്, കുഞ്ഞനല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ചൂടായി. ഓക്കെ, നമ്മൾ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് അപ്പം നമ്മളെ ഓംലേറ്റ് റെഡി ആവട്ടെ, വേവട്ടെ, സ്റ്റീം ആവട്ടെ. അപ്പം നമ്മളുടെ ഓംലേറ്റ് ഒരു ഭാഗമായിട്ടുണ്ടാവും. നമുക്ക് ഏകദേശം നോക്കാം. ഓക്കെ, നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് വേവട്ടെ. അപ്പം നമ്മളെ ഓംലേറ്റ് റെഡിയായി. കുഞ്ഞനായിരിക്കേ. ഓക്കെ, നമ്മളുടെ ഓംലേറ്റ് സെറ്റായി. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലേക്ക് കിട്ടും. കാരണം അത്രയല്ലല്ലോ ആള്. എന്നാലും നമുക്കൊരു രീതിയിൽ അപ്പുറം ഒരു ചായ ഉണ്ടെങ്കിൽ, ഫ്ലാസ്കിൽ വെള്ളമൊക്കെ തിളപ്പിച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വഴിയിൽ നിന്നാണെങ്കിലും കഴിക്കാം. ഇതുപോലെ പച്ചമുളക് പുളിയൊന്നും ഇടുന്നില്ല. നമുക്ക് കുറച്ച് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് വയ്ക്കാം. ഓക്കെ, വെച്ചു. നമുക്കിത് മൂടി വെക്കാം. മൂപ്പരൊന്ന് വേവട്ടെ. ഓക്കെ, നമ്മളുടെ കുഞ്ഞി എഗ്ഗ് ഓംലേറ്റ് ഒരു ഭാഗം റെഡിയായി. നമുക്ക് തിരിച്ചിടാം. ഓക്കെ, തിരിച്ചിട്ട് ഒന്നാം ഭാഗം കൂടി ഒന്ന് സെറ്റ് ആട്ടെ. അപ്പം നമ്മളുടെ എഗ്ഗ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതാണ് ആൾ. നമ്മളെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാത്ത കുറച്ച് വലിയ ഹാൻഡ് ബാഗ് ഉണ്ട്, അതിലും പോക്കറ്റിൽ കൊണ്ടുപോകും.
എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ എണ്ണ പലഹാരങ്ങൾ കഴിയുന്ന ഒരു ചായ കുടിക്കുമ്പോൾ ഈ ഇടയ്ക്കൊന്നും കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ സമൂസ കട്ട്ലേറ്റ് അങ്ങനത്തെ കഴിക്കാണ്ട് പെട്ടെന്നൊരു നേരം, അതായത് ഇപ്പോൾ റൂമിലാണെങ്കിലും ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ വാർന്ന ചായ എങ്ങനെയായാലും വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് അടിച്ചിങ്ങനെ കഴിച്ചാൽ നമുക്കൊരു അല്പം ആശ്വാസത്തിന് റെഡിയാവും. ഓക്കെ, എനിക്ക് നല്ല ഉപകാരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വെച്ചത്. എൻ്റെ അടുക്കളയിലുള്ളൊരു ഏറ്റവും ഉപകാരമുള്ളൊരു സംഭവമാണ്. അതായത് ഗ്യാസ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാലും കാറിൽ വെക്കാം. പക്ഷേ ഒരു ചെറിയൊരു ഇൻവെർട്ടറൊക്കെ കാറിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിലും ഇത് ചെയ്യാം. ഓക്കെ, ശരി, ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവത്തിന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. നല്ല മഴയാണ് എവിടെ, ഞാൻ എറണാകുളമാണുള്ളത്. എറണാകുളത്ത് നല്ല മഴയാണ്, അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.